PM ശ്രീ പദ്ധതി വീണ്ടും വലിയ ചർച്ചയ്ക്ക് ഇടം നൽകിക്കൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും വലിയ വാർത്തയാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ VD സതീശൻ പറഞ്ഞ ആ നുണ ഇപ്പോൾ പൊളിയുകയാണ്. പക്ഷേ ഈ നുണ പൊളിയുമ്പോൾ അതിൻ്റെ പിതൃത്വം, അതിൻ്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം കാണുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ചിരി വരുന്നത്. കാരണം തുടക്കത്തിൽ ഇതിൻ്റെ രഹസ്യം പുറത്തു കൊണ്ടുവന്നതായിട്ട് ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ വനിതാ രാജ്യസഭാ അംഗം മേത്തർ അവരുടെ വിശദീകരണമായി വന്നു. അതിനുശേഷം മുസ്ലിം ലീഗത്തിൻ്റെ രാജ്യസഭാ അംഗമായ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ വിശദീകരണവുമായി വന്നു. ഇപ്പോഴിതാ ശിവദാസൻ CPMൻ്റെ രാജ്യസഭാ അംഗം, അപ്പോൾ CPMൻ്റെ രണ്ടാമത്തെ ആളാണ് വരുന്ന രംഗത്ത്. അദ്ദേഹം എഴുതി കൊടുത്ത ചോദ്യത്തിന് കിട്ടിയ മറുപടി ശരിയായിരിക്കാം, ഞാനിപ്പോൾ അത് ആര് പറഞ്ഞൊന്നും ഇവിടെ പറയുന്നില്ല. എന്നിട്ട് അതിൻ്റെ വ്യക്തമായ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും വരുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയം 2022 പ്രഖ്യാപിച്ചതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമല്ലോ കർണാടക, വേറെ ഉണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞു. അതേ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ഭരിക്കുമ്പോൾ അത് നടപ്പാക്കാൻ എന്താണ് ഈ ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 2 മാസം 10-15 ദിവസം ആയിട്ടേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ നടപ്പാക്കുന്നതിന് മുന്നേ നുണ പറയുന്നത് എന്തിനാണെന്നാണ് ഇവിടെ എല്ലാവരുടെയും ഒരു ചോദ്യം. അതായത് LDF സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടു, അതിൻ്റെ ആദ്യ ഗഡു വാങ്ങി എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. സത്യത്തിൽ ഈ 4 പേരും ഇപ്പോൾ എഴുതി കൊടുത്ത അവർക്ക് കിട്ടിയ മറുപടികൾ കാണിച്ചുകൊണ്ടാണ് പബ്ലിക് മീഡിയയിൽ വന്ന് സോഷ്യൽ മീഡിയയിലും വന്ന് പറയുന്നത്. ഇപ്പോൾ ശിവദാസൻ അവസാനമായി കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മറുപടി ലെറ്റർ, അതിങ്ങനെ അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ഒപ്പുവെച്ചു, അവർക്കെല്ലാം അതിൻ്റെ പദ്ധതി വിഹിതമൊക്കെ കിട്ടി, അവിടെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ കേരളത്തിന് ഇത് വാങ്ങിയിട്ടുമില്ല, ഒപ്പുവെച്ചിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. സതീശൻ പറയുന്നത് നുണയാണെന്നാണ് ശിവദാസൻ പറയുന്നത്. സത്യമാണ്, ഇത് PM ശ്രീയിൽ ആരും ഒപ്പുവെച്ചിട്ടില്ല. പിന്നെ PM ശ്രീയിൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി സൈൻ ചെയ്തു കഴിഞ്ഞു. നമ്മൾ ആൾറെഡി ആ പദ്ധതിയിലാണ്, ഇനി അതിൽ നിന്ന് ഒഴിഞ്ഞു പോരാൻ പറ്റില്ല. ഇതൊക്കെയാണ് സതീശൻ പറഞ്ഞു വന്നത്. എന്തിനാണ് നുണ പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചു കൊണ്ടേയിരിക്കുന്നത്? രാഷ്ട്രീയക്കാരൻ്റെ ശരിയായ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു നുണ പറഞ്ഞ് ഫലിപ്പിച്ചും അത് അതായത് നുണ ശരിയാണെന്ന് വരുത്തി തീർക്കുക. അത്തരം കഴിവ് ഉള്ളവനാണോ രാഷ്ട്രീയക്കാരൻ? നുണ പറഞ്ഞ് അത് ഓക്കെ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആ കഴിവാണോ രാഷ്ട്രീയക്കാരൻ ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാകുന്നത്? കഷ്ടമുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, PM ശ്രീ ഇവിടെ നടപ്പാക്കണമെങ്കിൽ അതിൻ്റെ നിയമാവലികൾ കേന്ദ്രം പറയുന്നത് മാതിരി അനുസരിച്ചാൽ തന്നെ അതിൻ്റെ പൈസ ഇവിടെ എത്തുകയുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി
ആയ അന്ന് പ്രഖ്യാപിച്ചതാണ് എല്ലാ സംസ്ഥാനത്തും ഒരു എയിംസ്. എൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ഒരു മെമ്മോറാണ്ടം, അതായത് എല്ലാ സംസ്ഥാനങ്ങളോടും അതിൻ്റെ പ്രൊജക്റ്റ് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് അവിടെ കൊടുക്കാണ്ടിരുന്നു. അത് കഴിഞ്ഞ് 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ കൊല്ലാണ് ഒരു റിക്വസ്റ്റായിട്ട് ഡൽഹിക്ക് പോയത്, കോഴിക്കോട് വേണമെന്ന് പറഞ്ഞിട്ട്. അതും കോഴിക്കോട് ഉൾവശത്തുള്ള ഒരു സ്ഥലം. അതായത് എയിംസിന് അതിൻ്റേതായ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. നാഷണൽ ഹൈവേയുടെ അടുത്തായിരിക്കണം, റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ടായിരിക്കണം, നിയർ ബൈ എയർപോർട്ടുകൾ ഉണ്ടായിരിക്കണം, മിനിമം 200 ഏക്കർ സ്ഥലമുണ്ടായിരിക്കണം. അങ്ങനെ അവരുടേതായ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇതൊന്നുമില്ലാതെയാണ് പിണറായി വിജയൻ കോഴിക്കോട്ടെ ഒരു ലാൻഡ് അവിടെ പോയി റെക്കമെൻഡ് ചെയ്തത്. അതുപോട്ടെ, ആ ഏത് സ്ഥലം റെക്കമെൻഡ് ചെയ്താലും എയിംസ് കമ്മിറ്റി അത് പഠിച്ചിട്ട് ഇപ്പോൾ ഇനി അത് വരാൻ പോകുന്നുള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇത് വരുത്തണമെന്ന് ആത്മാർത്ഥത വേണം. 10-60 കൊല്ലം 70 കൊല്ലം ഇവിടെ ഭരിച്ചുല്ലോ. ആൾമോസ്റ്റ് കോൺഗ്രസ് ആണല്ലോ ഭരിച്ചത്. ഇവിടെ എന്തൊക്കെ വന്നു, എന്തൊക്കെ കൊണ്ടുവന്നു? ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് 9 മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവന്നു? എയിംസ്, ഇനിയിപ്പോൾ എയിംസ് എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിലൊക്കെ പോയിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന ഒരു MP ഉണ്ട്. അതായത് ഇപ്പം നിർത്തി പേടിച്ചിട്ടാണോ എന്നൊക്കെ അറിയില്ല. പണ്ടൊക്കെ വായ തുറന്നാൽ നരേന്ദ്രമോദിയുടെ തന്തയ്ക്കേ വിളിക്കൂ. യൂട്യൂബിൽ ഇപ്പോഴും പ്രസംഗം കിട്ടും. അവൻ്റെ അസിസ്റ്റൻ്റായ ഒരു പെണ്ണുപിടിയനും അതേ സംഗതി റിപ്പീറ്റ് ചെയ്തു, തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ എന്താ ഒരു എന്താണ് നമ്മൾ പറയില്ലേ, പാരമ്പര്യ അസുഖമാണോ വരെ സംശയമായി ഈ തന്തയ്ക്ക് വിളിക്കൽ. ഒരു രാഷ്ട്രീയ മര്യാദ വേണ്ടേ? അപ്പോൾ കേരളത്തിന് കിട്ടേണ്ട ഈ എയിംസ് 2014 വെറുതെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ അന്നൊന്നും യാതൊരു നിഷ്കർഷമില്ല, ഒരു ഒന്നുമില്ല. അപ്പം തന്നെ അത് പരിഗണിക്കുന്നു, പാസ്സാക്കുന്നു, എയിംസ് ഇവിടെ വരുന്നു. അങ്ങനെ അതായത് 2014 70 കൊല്ലം കോൺഗ്രസ് ഭരിച്ച് ഇന്ത്യ മുടിപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ ആകെ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. ആലോചിക്കണം, വെറും 12 കൊല്ലം കൊണ്ട് അത് 29 എയിംസായി. ആലോചിച്ച് നോക്കണം. എന്നിട്ടും കേരളത്തിൽ നിന്ന് നല്ലൊരു മെമ്മോറാണ്ടം കൊടുത്തില്ല, ഇത് വരുത്താനായി ശ്രമിച്ചില്ല. ഇപ്പോൾ 2014 പ്രഖ്യാപിച്ചത് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് കൊടുമ്പിരി കൊള്ളുന്നു. പക്ഷേ നമുക്ക് അവകാശമുണ്ട്, അത് കിട്ടണം, അത് വാങ്ങണം, അത് വാങ്ങിയെടുക്കണം. പക്ഷേ അതിനൊരു കൂട്ടായ്മ വേണം, ഒരു ഒരുമ വേണം. കേരളത്തിൽ എയിംസ് വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന സ്ഥലത്തായിരിക്കണം വരേണ്ടത്. അതായത് ഈ കേരളം എന്ന് പറയുന്നത് റിബൺ മാതിരിയാണ്. ഒരു റിബണിൻ്റെ മറ്റേ അറ്റത്ത് നിന്ന് ആ റിബണിൻ്റെ ഇങ്ങോട്ടേക്ക്, അതായത് കാസർകോട്ട് നിന്ന് കന്യാകുമാരിയിൽ ഈ റിബൺ മോരൊക്കെ എടുക്കുകയാണ്. ഇതിലെവിടെയാണ് എയിംസ് വരേണ്ടത്? ഈ റിബണിൻ്റെ ഈ അറ്റത്ത് വന്നാൽ ആ അറ്റത്തുള്ളവർക്ക് എത്ര ദൂരം വരണം? ആ അറ്റത്ത് വന്നാൽ ഈ അറ്റത്തുള്ളവർക്ക് അവിടെ എത്ര ദൂരം വരണം? അപ്പോൾ ഈ എയിംസ് കൊടുക്കുന്നത് കേന്ദ്രം തന്നെ ചിന്തിക്കണം. ഇവിടെ ആര് എന്ത് പറഞ്ഞാലും അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ നടുഭാഗത്തായിരിക്കണം, മധ്യഭാഗത്തായിരിക്കണം. എന്നാലേ അത് 2 ഭാഗത്തേക്കും പോയി വരാനുള്ള സൗകര്യമുണ്ടാവുകയുള്ളൂ. അതിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സ്ഥലങ്ങളുടെ യാതൊരു ഉറപ്പും ഇപ്പോഴും ഇല്ലാത്ത സ്ഥിതിക്ക് സ്ഥലം റെഡിയായി കിടക്കുന്നതും മധ്യഭാഗവുമായ സ്ഥലം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് തന്നെയാണ്.
ഈ കഞ്ചിക്കോടിൽ സർക്കാർ ഭൂമി കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ട് 1985 കോച്ച് ഫാക്ടറി തുടങ്ങാൻ എന്ന് പറഞ്ഞ് അന്ന് AK ആൻ്റണി മന്ത്രിസഭ കേന്ദ്രത്തിന് കൊടുത്ത ലാൻഡാണ്. ആ ലാൻഡ് 1000 ചില ഏക്കർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു 200 ചില ഏക്കർ ഉപയോഗിച്ച് കൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വന്നത്. BJP ഭരിക്കുന്ന കേന്ദ്ര ഭരണ സമയത്ത്, അതായത് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം 70 കൊല്ലം ഭരിച്ചിട്ടും 9 മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടും അവർക്ക് സാധിക്കാത്ത കാര്യം BJP ഇതേ സ്ഥലത്ത് കൊണ്ടുവന്നു. ബാക്കി ഉള്ള സ്ഥലം അവിടെ ഇപ്പോഴും കാട് പിടിച്ച് കിടക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും IITയും എയിംസും തൊട്ട് നിൽക്കുന്നത്. അത് തന്നെ ഡൽഹി എവിടെ പോയാലും അത് തന്നെ കേരളത്തിലും ആയിക്കോട്ടെ. എയിംസിനോട് തൊട്ട് കിടക്കുന്ന സർക്കാർ ഭൂമി കാട് പിടിച്ച് 10-25 കൊല്ലമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലം എയിംസിന് ഉപയോഗിച്ചാൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ഒരേ ദൂരം യാത്ര ചെയ്ത് വന്നു പോയി അവർക്കത് ഉപയോഗിക്കാൻ കഴിയും. ഇതിനു വേണ്ടിയായിരിക്കണം ഇവിടെ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയക്കാർ വാദിക്കേണ്ടത്. അല്ലാതെ തുടർച്ചയായി നിന്ന് അവനാൻ തോൽക്കുന്ന മണ്ഡലത്തിൽ എയിംസ് കൊണ്ടുവരാനും ഓരോ രാഷ്ട്രീയക്കാരനും അവൻ്റെ മണ്ഡലത്തിൽ അവൻ്റെ വീട്ടുമുറ്റത്ത് എയിംസ് കൊണ്ടുവരുവാനും ഓടി നടക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവം നിർത്തിയിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം ഇച്ഛാശക്തിയോട് നിങ്ങളെല്ലാവരും റെക്കമെൻഡ് ചെയ്യേണ്ടത്. അതിനുള്ള ആർജവം നിങ്ങളെല്ലാവരും കാണിക്കണം. ഈ എയിംസ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ മുഴുവൻ ഗുണം കിട്ടുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ് എന്നോർക്കുക. അതുപോലെ തന്നെയാണ് ഈ PM ശ്രീയും. ഈ PM ശ്രീയിൽ അനാവശ്യമായിട്ട് രാഷ്ട്രീയം കുത്തിക്കയറ്റിയിട്ട് കേരള ജനതയ്ക്ക് കിട്ടുന്ന വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടമാക്കി കളയുന്നു നിങ്ങളുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം. എന്താ നിങ്ങൾ പറയുന്നത്? ഒരുപക്ഷെ മുഖ്യമന്ത്രി VD സതീശൻ ഇത് കൊണ്ടുവരണമെന്നുണ്ട്. അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടമില്ലായതുകൊണ്ട് തന്നെ ആയിരിക്കാം ആൾറെഡി നമ്മൾ ആ പദ്ധതിയിലുണ്ട്, ഒരു ഗഡു വാങ്ങിയെന്നൊക്കെ അദ്ദേഹത്തിന് നുണ പറയേണ്ടി വരുന്നത്. ആരെ പേടിച്ചിട്ടാണ്? എന്തിനു പേടിക്കണം? എന്താ ഇലക്ഷന് മുന്നേ പിണറായി വിജയൻ PM ശ്രീ ഒപ്പിട്ടു എന്ന് നുണ പറഞ്ഞ് പരത്തി ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ ആ ഘടക കക്ഷിയെ പേടിച്ചിട്ടാണോ സതീശൻ ഈ ജനങ്ങൾക്ക് കിട്ടേണ്ട ഈ നല്ലൊരു പദ്ധതി ഇല്ലാതാക്കും ചിന്തിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ നിങ്ങൾ കുറേ കാലമായിട്ട്, അതായത് 1985 BJP പാർട്ടി ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. BJPയുടെ മുന്നേ ജനസംഘം എന്ന രൂപത്തിലൊക്കെ ഇവിടെ പാർട്ടിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ജനസംഘവുമായിട്ട് ഇവിടെ കൂട്ടുകൂടിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ലിസ്റ്റ് തന്നെയുണ്ട്. വാജ്പേയിയും KG മാരാരും CPMൻ്റെ പല വേദികളിലും CPM നേതാക്കൾ അവരുടെ വേദിയിലും ഒക്കെ പങ്കെടുത്ത പഴയകാല ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കോൺഗ്രസിൻ്റെ പല നേതാക്കളും, ഞാൻ സതീശനെ എടുത്തു പറയുന്നില്ല, ഈ RSSൻ്റെയും സംഘപരിവാറിൻ്റെയും വേദികളിൽ പോയി വോട്ട് പിടിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മുസ്ലിം ലീഗ് നേതാക്കളോട് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഈ മതചിന്ത ഒഴിവാക്കിക്കൊണ്ട് മതമാണ് 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 നിങ്ങളുടെ നേതാവ് പ്രസംഗിച്ച് ഇവിടെ നിങ്ങളുടെ വോട്ട് വാരി കൂട്ടി ഒരു കൊട്ടയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ പൊട്ടന്മാരല്ല എന്ന് നിങ്ങൾ ഓർക്കുക. ഹിന്ദു ഇപ്പോഴും ആ പുരോഗമന ചിന്ത ഉള്ളത് കൊണ്ടാണ് വ്യത്യസ്ത ചിന്താഗതിയായി വേറിട്ട് നിൽക്കുന്നത്. ഹിന്ദു ഒന്നിച്ചാൽ നിങ്ങളൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം.
ആ വേറിട്ട് നിൽക്കുന്ന മൂന്നായി നിൽക്കുന്ന ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പം കൂടി നിങ്ങൾ ഭരണം പിടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഭരണം പിടിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ മതവും ഭ്രാന്തും പറഞ്ഞ് എന്താണ് VM ശ്രീ വന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ പ്രശ്നമില്ല, അവിടെ മുസ്ലിം ലീഗ് കൂട്ടുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞു. എൻ്റെ ഇവിടെ തന്നെ കേരളത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന മാഹിയിൽ PM ശ്രീ സെയ്ദ് മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാണാം. അവിടെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. പറ്റുചെങ്കിൽ ഈ നേതാക്കളെല്ലാവരും ഒരു ദിവസം, പണ്ടൊരു 21 ആളെ കയറ്റി ഒരു ബസ് യാത്ര ഉണ്ടായില്ലോ പിണറായി വിജയൻ്റെ, ആ യാത്രയൊന്നും അല്ലെങ്കിൽ ഒരു KSRTC ബസ്സിൽ 21 ആളും കയറിയിട്ട് ഒരു ദിവസം മാഹിയിലെ സ്കൂളിലൊന്ന് പോവുക. അവിടുത്തെ ഹെഡ്മാഷ് മുസ്ലിമാണ്, ആ ഒരു മുസ്ലിം മാനേജ്മെൻറ്റാണ്. അവിടെ പോയിട്ട് ഇതൊന്ന് പഠിക്കുക. എന്താ പ്രശ്നം? നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങളാരും വിചാരിച്ചാൽ നിർത്താനും പറ്റില്ല. ബാബർ എങ്ങനെ നിങ്ങളുടെ പടച്ചവനായത്? ഉത്തരം എനിക്ക് കിട്ടണം, ഇവിടുത്തെ ജനസമൂഹത്തിന് കിട്ടണം. ബാബർ എന്ന മുഗൾ രാജാവ് കൊള്ള ചെയ്യാൻ വന്ന് ഇവിടെ ഭരിച്ചവൻ നിങ്ങളുടെ പടച്ചോൻ എങ്ങനെയായി? ഓക്കെ, അമ്പലം പൊളിച്ച് പള്ളി പണിത് അദ്ദേഹത്തിന് അതിൻ്റെ പേരൊക്കെ ഇടാനുള്ള അവകാശമുണ്ട്. അതിനൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തെ പവർ അങ്ങനെയായിരിക്കാം. പക്ഷെ ചോദ്യം അതല്ല. മുസ്ലിം വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, ബാബർ എങ്ങനെയാണ് നിങ്ങളുടെ പടച്ചവനായത്? അത് നിങ്ങൾ വിവരിച്ച് കഴിഞ്ഞാൽ ഈ PM ശ്രീയിൽ അനാവശ്യമായി നിങ്ങൾ ഈ പറഞ്ഞു നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാവും. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, കേന്ദ്രം വളരെ ബുദ്ധിപരമായിട്ട് ഓരോ നയങ്ങളും ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ആയുഷ്മാൻ ഭവ കഴിഞ്ഞ മന്ത്രിസഭാ സമയത്ത് ഇതേമാതിരി ആ പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ അന്നത്തെ മന്ത്രി വീണ ജോർജ് ഞാനങ്ങോട്ടും വിട്ടിട്ടുണ്ട്, ഒരു വലിയ വിരൽ ചൂണ്ടിയിട്ട് ഒരു വർത്തമാനമൊക്കെ ഉണ്ടായി. 2 മാസം കഴിയുമ്പോഴേക്കും ആ പേരനെ മാറ്റിയിട്ട് ആ പൈസ മുഴുവൻ വാങ്ങി ഇവിടെ നടപ്പാക്കി. അത് ഇല്ലായി. പക്ഷേ നടപ്പാക്കിയിട്ട് എന്താ കാര്യം? ഇപ്പോൾ കണ്ടില്ലേ, കോടിക്കണക്കിന് മരുന്ന് കേരളത്തിലെ വെയർ ഹൗസുകളിൽ കിടന്ന് കേടുവന്നു പോയി. ഇനി അത് നശിപ്പിച്ച് കളയാൻ കോടികൾ വേണം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അന്ന് പ്രധാനമന്ത്രിയുടെ പേര് ആദ്യം മാറ്റില്ല പറഞ്ഞു, മാറ്റി ഒരുപാട് മരുന്നും കാര്യമൊക്കെ വന്നു, അത് കേടുവരുത്തി കളഞ്ഞു. പൈസ വാങ്ങി പർച്ചേസ് ചെയ്യും, കമ്മീഷൻ അടിക്കും. എന്നാൽ ഈ മരുന്ന് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കില്ല. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, PM ശ്രീ ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടതാണ്, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടതാണ്. അതിവിടെ നടപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ്, ജനങ്ങളോടുള്ള ക്രൂരതയാണ്, ഒരു സംശയവും വേണ്ട.